We learn today is about the supply and individual supply. What is an individual supply schedule? An individual supply schedule is a table that shows how much of a product a firm is willing to sell at different prices. Okay, ഒരു സ്ഥാപനം ഒരു ഉൽപ്പന്നത്തിന്റെ വ്യത്യസ്ത വിലകളിൽ ഡിഫറെന്റ് പ്രൈസസിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും സപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവുക. ഓക്കെ, നോർമലി ഒരു സപ്ലയർ വില കൂടുതലുള്ളപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ റെഡി ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുക. എന്നാൽ വില കുറഞ്ഞിരിക്കുമ്പോൾ അധികം സപ്ലൈ ചെയ്യാൻ ആ സപ്ലയർ താല്പര്യപ്പെടാറില്ല. അതായത് ഇത് ഒരു പട്ടികയായി നമുക്ക് ഒരു ടേബിളായി നമുക്ക് കാണിക്കാൻ സാധിക്കും. അതായത് എ ടാബുലാർ റെപ്രസെന്റേഷൻ ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ദാറ്റ് എ സെല്ലർ ഈസ് വില്ലിംഗ് ടു സെൽ അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ആസ് ഷോൺ ബിലോ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ടേബിൾ നമ്മൾ നൽകിയിരിക്കുന്നു. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് നമുക്ക് ഈ ടേബിളിനെ വിളിക്കാം. പാലിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസ് ഓഫ് മിൽക്ക് പെർ ലിറ്റർ 10 രൂപയായിരിക്കുമ്പോൾ, 1 ലിറ്റർ പാലിന് 10 രൂപയായിരിക്കുമ്പോൾ 10 ലിറ്റർ എന്ന രീതിയിൽ സപ്ലൈ ചെയ്യാനാണ് ക്വാണ്ടിറ്റി പെർ ഡേ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം തയ്യാറാവുന്നത്. ഇനി അതേസമയം 12 രൂപയായപ്പോൾ അത് 15 ലിറ്റർ എന്ന രീതിയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതേസമയം വില പിന്നെയും കൂടുവാണ്, 14 രൂപയായി. പാലിന്റെ വില കൂടുന്നത് തീർച്ചയായിട്ടും വിൽപ്പനക്കാരന് നല്ലതാണ്. അയാൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അയാൾ പ്രൊഡ്യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും. സോ അയാൾ കൂടുതൽ പാല് നൽകുന്നു, മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറാകുന്നു. 20 ലിറ്റർ പാൽ നൽകുന്നു ഒരു ദിവസം. അതേപോലെ തന്നെ വില പിന്നെയും കൂടുന്ന സമയത്ത് അദ്ദേഹം പരമാവധി 25 ലിറ്റർ വരെയും മാർക്കറ്റിൽ വിൽക്കുന്നു പാല്. ഓക്കെ, ഇത് ആണ് ഒരു ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ. ഇതെന്താണെന്ന് കാണിക്കുന്നത്? ദിസ് ഷോസ് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ദ സെല്ലർ ഈസ് വില്ലിംഗ് ടു സെൽ അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. ഇവിടെ റൈറ്റ് സൈഡിലെ കോളത്തില് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് കാണിച്ചിരിക്കുന്നു, ലെഫ്റ്റിലെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറെന്റ് പ്രൈസസ് ആണ്. ഈ കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് പ്രൈസസ് വി ക്യാൻ സീ ദ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹി സെൽസ്. ഈ 2 കോളങ്ങളുമുള്ള ഈ പട്ടികയെ, ഈ ഷെഡ്യൂളിനെ, ഈ ടാബുലാർ റെപ്രസെന്റേഷനെയാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. സോ ആൻ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് ഈസ് എ ഗ്രാഫ്. അടുത്തത് ഇതിനെ ഈ ഷെഡ്യൂളിനെ നമുക്ക് കർവ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കാൻ പറ്റും. ഈ അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് ഗ്രാഫിക്കലായിട്ട് കാണിക്കാൻ പറ്റും. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ ഈ 2 കാര്യങ്ങളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? സപ്ലൈ കർവ് എന്നാണ്. അപ്പോൾ ആൻ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് ദ സെയിം ഇൻഫർമേഷൻ ആസ് വി മെൻഷൻഡ് ഏർലിയർ. ഇനി എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ? അതെങ്ങനെയാണ് കാണിക്കുക നമുക്ക് നോക്കാം. The graphical representation of the relationship between price and individual supply of a commodity by an individual firm is known as individual supply curve. Individual supply curve മിൽക്കിന്റെ തന്നെയാണ് കാര്യം. ഈ പ്രാവശ്യവും നമ്മൾ പറയാം ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ ആണ് ഈ കാണുന്നത്. 10 രൂപയും ഉള്ളപ്പോൾ 10 ലിറ്റർ പെർ ഡേ എന്നത് 16 രൂപയായപ്പോൾ 25 ലിറ്റർ പെർ ഡേ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇതാണ് 10-ന് നേരെ 10 മാർക്ക് ചെയ്തിരിക്കുന്നു. ദെൻ അതിനുശേഷം 12-ന് നേരെ 12-ന് നേരെ 15 മാർക്ക് ചെയ്തിരിക്കുന്നു. ദെൻ പിന്നെ 14-ന് നേരെ 14-ന് നേരെ 20 മാർക്ക് ചെയ്തിരിക്കുന്നു. 14 ഇവിടെയാണ്, അതിന് നേരെ 20 മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 16-ന് നേരെ ഇതാണ് 16, 16-ന് നേരെ 25 മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ രീതിയിലാണ് നമുക്ക് ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് കാണിക്കാൻ കഴിയുക. നൗ എന്താണ് ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് എന്ന് നമുക്ക് മനസ്സിലായി. എ ടേബിൾ ദാറ്റ് ഷോസ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് എ ഫേം ഈസ് വില്ലിംഗ് ടു സെൽ അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് എങ്ങനെയായിരിക്കാം? എ ഗ്രാഫ് ദാറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് എ ഫേം ഈസ് വില്ലിംഗ് ടു സെൽ അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. The x-axis represents the supply and the y-axis represents the price. ഇവിടെ x-axis supply, y-axis പ്രൈസുമാണ് കാണിക്കുക. Now the market supply schedule. Market supply schedule is the
sum of all the individual supply schedules for all the suppliers in a market. മാർക്കറ്റിലുള്ള മുഴുവൻ സപ്ലയേഴ്സിന്റെയും എത്ര സപ്ലയേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരുടെ ഇൻഡിവിജ്വൽ സപ്ലൈ കർവുകൾ കൂട്ടിയെടുക്കുന്നതാണ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകൾ കണ്ടിട്ട് അവസാനം മാർക്കറ്റ് ഡിമാൻഡ് കർവ് കണ്ടുപിടിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. അവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡുകളെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മുഴുവൻ കൺസ്യൂമേഴ്സിന്റെയും ഡിമാൻഡുകളെ ആഡ് ചെയ്തെടുത്തിട്ട് സമ്മപ്പ് ചെയ്തെടുത്തിട്ടാണ് മാർക്കറ്റ് ഡിമാൻഡ് കണ്ടെത്തിയത്. അതുപോലെ മാർക്കറ്റിൽ ഇവിടെ കസ്റ്റമേഴ്സിന്റെ അല്ല, പകരം സപ്ലയേഴ്സിന്റെ ഇൻഡിവിജ്വൽ സപ്ലൈ പ്ലസ് ചെയ്തെടുക്കുക, അതിന്റെ സമ്മാണ് മാർക്കറ്റ് സപ്ലൈ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ മാർക്കറ്റ് സപ്ലൈ ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിംഗ് ടു sell at a given price over a specific period of time. It is calculated by adding up the quantities of all the market participants at a given price. ഒരു given price എത്ര മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അഥവാ സെല്ലേഴ്സ് ഉണ്ടോ അവരുടെയും സപ്ലൈ ക്വാണ്ടിറ്റി ആഡ് ചെയ്തെടുക്കുക. Here are some things to know about market supply. മാർക്കറ്റ് സപ്ലൈയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, a market supply curve is a graph that shows the relationship between price and quantity supplied. പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് മാർക്കറ്റ് സപ്ലൈ കാണിക്കുക. Okay, it is upward slope. Okay, ആ മാർക്കറ്റ് സപ്ലൈ കർവിന്റെ എങ്ങനെ ഇരിക്കും, അതിന്റെ സ്ലോപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ it always shows an upward slope. It is an upward sloping curve indicating a positive correlation between the two. എപ്പോഴും upward sloping curve കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ടു റൈറ്റ് upward sloping curve കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസിലെ കമ്പോണന്റും വൈ ആക്സിസിലെ വേരിയബിളും തമ്മിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഒരു അളവ് ഒരു ക്വാണ്ടിറ്റി ഉയരുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി ഒപ്പത്തിനൊപ്പം ഉയരും. എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി നോർമലി നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്, വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി നമുക്ക് അറിയാം പ്രൈസ് ആണ്. സോ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി സപ്ലൈഡും വൈ ആക്സിസിലെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൈസും ആണ്. പ്രൈസ് ഉയരുമ്പോൾ when the price increases, supply also shows a tendency to increase. When the price comes down, supply also shows a tendency to reduce. അപ്പം ഇതാണ്. അപ്പോൾ ഒന്ന് ഉയരുമ്പോൾ മറ്റേ അളവ് ഒപ്പം ഉയരുവാണ്, ഒന്ന് താഴുമ്പോൾ അതിന്റെ കൂടെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ഒപ്പം താഴുവാണ്. ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ളതെന്ന് പറയാൻ പറ്റും. സോ മാർക്കറ്റ് സപ്ലൈ കർവ് കാണിക്കുന്നത് എക്സ് ആക്സിസിലെ കമ്പോണന്റും വൈ ആക്സിസിലെ കമ്പോണന്റും പോസിറ്റീവ് കോറിലേഷൻ കാണിക്കുന്നു എന്നതാണ്. സോ ഇനി ഒരു കാര്യം കൂടി നമുക്ക് പഠിച്ചാൽ മതി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് സപ്ലൈ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് മാർക്കറ്റ് സപ്ലൈ ഇൻക്ലൂഡ് മാർക്കറ്റിലെ മൊത്തം സപ്ലൈ, എത്ര കച്ചവടക്കാർ എത്രത്തോളം ഐറ്റംസ് ക്വാണ്ടിറ്റി മാർക്കറ്റിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റെഡിയാണ് എന്നതാണല്ലോ മാർക്കറ്റ് സപ്ലൈ. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻപുട്ട് പ്രൈസസ് ഉണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സ് അഥവാ കർഷകര് നെല്ല്, വിത്ത്, വളം, കീടനാശിനി, യന്ത്രങ്ങൾ ഇതൊക്കെ വിലക്കുറവില് മാർക്കറ്റിൽ അവർക്ക് കിട്ടുവാണെങ്കിൽ അവർ ഇൻപുട്ട് ആണല്ലോ, അവരുടെ ഈ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഇട്ട് കൊടുക്കേണ്ടുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഇൻപുട്ട് ആണ് ഈ സാധനങ്ങളൊക്കെ. എന്താണ്, സീഡ്, ഫെർട്ടിലൈസേഴ്സ്, അല്ലെങ്കിൽ മെനുവേഴ്സ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ്, ട്രാക്ടർ, എവറിത്തിങ്. ഇതിന്റെയൊക്കെ വില കുറയുവാണെങ്കിൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും കുറയും. അപ്പോൾ അവർക്ക് കൂടുതൽ ലാഭകരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് ദ ഇൻപുട്ട് പ്രൈസസ് ഇൻക്രീസ്, ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ഓൾസോ ഇൻക്രീസ്. So it will make it unprofitable or less profitable for the producers to produce. This situation leads to a decrease in the quantity supplied at a given price. അപ്പോൾ ഒരു given പ്രൈസിൽ ഉള്ള ക്വാണ്ടിറ്റി സപ്ലൈഡ് തീർച്ചയായിട്ടും കുറയാൻ ഇത് കാരണമാകുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. സോ ഇൻപുട്ടിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ടിന്റെ പ്രൈസ് കുറഞ്ഞാൽ ഓക്കെ, അത് ഒരുപാട് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ കഴിയും. സപ്ലൈയേഴ്സ് കുറേയും കൂടെ ഇക്കണോമി അവർക്ക് കിട്ടും പ്രൊഡക്ഷന്. ഇനി അടുത്തത് നമ്പർ ഓഫ് ഫേംസ് ആണ്. ഇഫ് ദ നമ്പർ ഓഫ് ഫേംസ് ഇൻക്രീസസ്, ഫേമിന്റെ എണ്ണം കൂടുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് സപ്ലൈ വിൽ ഓൾസോ ഇൻക്രീസ്, മാർക്കറ്റ് സപ്ലൈയും കൂടും. അതേസമയം പുതിയ ഫേം വരുവാണെങ്കിൽ when the new firms enter in an industry, ഒരു ഇൻഡസ്ട്രിയിൽ നിലവിൽ 10 പേരുണ്ട്, 11ാമത് പുതിയൊരു കമ്പനിയും കൂടി അതേ ഇൻഡസ്ട്രിയിൽ വരുവാണെങ്കിൽ മാർക്കറ്റ് സപ്ലൈ ഷിഫ്റ്റ്സ് ഔട്ട്വേർഡ്, മാർക്കറ്റ് സപ്ലൈ കൂടും. തീർച്ചയായിട്ടും അതിന്റെ പുതിയൊരു സപ്ലൈ ലൈൻ വരയ്ക്കേണ്ടി വരും, കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങി. ഇനി
ടെക്നോളജി, ഇഫ് ദർ ഈസ് ആൻ ഇൻഡസ്ട്രി വൈഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി, ടെക്നോളജിയിൽ ഒരു ഇൻഡസ്ട്രി വൈഡ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരുവാണെങ്കിൽ ദ മാർക്കറ്റ് സപ്ലൈ ഷിഫ്റ്റ്സ് ഔട്ട്വേർഡ്, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് മെഷീൻ കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. റോ മെറ്റീരിയൽ അവൈലബിലിറ്റിയും അതനുസരിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്ലൈ കൂടുതൽ മീൻസ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്ലൈയും അതിനനുസരിച്ച് കൂട്ടാനായിട്ട് റെഡി ആവും. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് പലപ്പോഴും സപ്ലൈ വർദ്ധിപ്പിക്കുകയാണ് കാണുക. ഇനി എക്സ്പെക്ടേഷൻസ് പറയാം. ഈ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻസ് അത് സപ്ലൈ കുറേയൊക്കെ റെഗുലേറ്റ് ചെയ്യും. പ്രൊഡ്യൂസേഴ്സിന് തോന്നുവാണ് ഫ്യൂച്ചറിലെ വില നന്നായിട്ട് കൂടാൻ സാധ്യതയുണ്ട്, അടുത്ത മാസം ഫെസ്റ്റിവൽ സീസൺ ആണ്, തീർച്ചയായിട്ടും നല്ല വില ഉയരാൻ സാധ്യതയുണ്ട്, എങ്കിൽ അവർ തൽക്കാലം ഹോൾഡ് ഓഫ് ചെയ്യും. ദേ മേ ഹോൾഡ് ഓഫ് സം ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ഓൺ റിലീസിങ് ദർ സപ്ലൈ ടു ദി മാർക്കറ്റ്. അവർ തൽക്കാലം മുഴുവനും കൂടി ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കില്ല. ദിസ് കോസസ് എ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഗ്രാഫ്. ഇത് ഗ്രാഫിൽ ഒരു ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റിന് കാരണമാകും എന്നാണ് പറഞ്ഞു വരണേ.